സോ നമ്മുടെ അടുത്ത പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൽ നമുക്കൊന്ന് വായിക്കാം. ദ ഫോളോയിങ് ഡേറ്റ റിലേറ്റ്സ് ദ പെയർ ഓഫ് 20 degree involute gears in mesh. Module is equal to 6 mm. Number of teeth on the pinion is 17 and number of teeth on the gear is 49. Addenda of the pinion and gear wheel is 1 mm. 1 module. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോൺടാക്ട് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആംഗിൾ ടേൺ ത്രൂ ബൈ ദ പിനിയൻ ആൻഡ് ദ ഗിയർ വീൽ വെൻ 1 pair of teeth in contact. Third one, the ratio of sliding to rolling motion when the tip of the tool on the larger wheel is just making contact, is just leaving the contact with the mating teeth and is at the pitch point. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗിവൺ ഡേറ്റാസൊക്കെ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. ഓക്കെ, സോ ഗിവൺ ഡേറ്റാസ്. സോ ഗിവൺ എന്തൊക്കെയാണ് ഗിവൺ എന്ന് നോക്കാം. So first one, the following data relates to the pair of 20 degree. So 20 pairs of 20 degree involute gears in mesh. So 5 എന്നുള്ള ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. 5 ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, മൊഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് m ഇസിക്കൽ ടു 6 mm തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ പിനിയൻ എന്ന് വെച്ചാൽ സ്മോൾ ടിയുടെ വാല്യൂ 17 തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഗിയർ ക്യാപിറ്റൽ ടി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ടി ഈസിക്കൽ ടു 49 തന്നിട്ടുണ്ട്. അഡണ്ട ഓഫ് ദ പിനിയൻ ആൻഡ് ദ വീൽ. സോ അഡണ്ട ഓഫ് പിനിയൻ ആൻഡ് ദ ഗിയർ വീൽ എന്ന് പറയുന്നത് പിനിയൻ്റെയും അതുപോലെ തന്നെ ഗിയറിൻ്റെയും അഡണ്ട എന്ന് പറയുന്നത് 1 മൊഡ്യൂളാണ്. ദാറ്റ് ഈസിക്കൽ ടു 1 മൊഡ്യൂൾ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു മൊഡ്യൂൾ എന്ന് വെച്ചാൽ 6 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ 1 മൊഡ്യൂൾ ഈസിക്കൽ ടു 6 mm എന്ന് നമുക്ക് എഴുതാം. സോ ദീസ് ആർ ദ ഗിവൺ ഡേറ്റാസ്. ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട്. സോ ഫസ്റ്റ് വൺ ഈസ് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്ട് റേഷ്യോ ആണ്. ഓക്കെ, നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് കോണ്ടാക്ട് റേഷ്യോ ആണ്. ഓക്കെ, സോ കോണ്ടാക്ട് റേഷ്യോ ആണ് ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് കോണ്ടാക്ട് റേഷ്യോ? കോണ്ടാക്ട് റേഷ്യോ എന്താണെന്ന് നോക്കുക. കോണ്ടാക്ട് റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നു. കോണ്ടാക്ട് റേഷ്യോ ഈസിക്കൽ ടു ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. അതാണ് നമ്മുടെ കോണ്ടാക്ട് റേഷ്യോ. സോ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് കോണ്ടാക്ട് റേഷ്യോ ആണ്. ദാറ്റ് ഈസിക്കൽ ടു ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. സോ സർക്കുലർ പിച്ചിൻ്റെ ഫോർമുല, സർക്കുലർ പിച്ച് ഈസിക്കൽ ടു πm. ഇതാണ് നമ്മുടെ സർക്കുലർ പിച്ചിൻ്റെ ഫോർമുല. സോ നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കണം. സോ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കണം. സോ ആ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം. സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതാം. സോ നമ്മുടെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡ് ബൈ കോസ് ഫൈ ആണ്. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡെറിവേഷൻ പഠിച്ചു. KL ഇസിക്കൽ ടു KP പ്ലസ് PL എന്നുള്ള ആ വാല്യൂ ആണ്. അതിനകത്ത് KP എന്ന് പറയുന്നത് പാത്ത് ഓഫ് അപ്രോച്ച് ആണ്. KPയുടെ വാല്യൂ √RA ദ ഹോൾ സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ 5 മൈനസ് R സൈൻ 5 ആണ്. പാത്ത് ഓഫ് റീസസ് PL ഇസിക്കൽ ടു √RA ദ ഹോൾ സ്ക്വയർ മൈനസ് R സ്ക്വയർ കോസ് സ്ക്വയർ 5 മൈനസ് R സൈൻ 5 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാലേ നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടത്തുള്ളൂ. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് അപ്പം ബേസിക് ആയിട്ടുള്ള ടേംസ് തൊട്ട് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ അറിയാനുള്ള ടേംസ് എന്ന് വെച്ചാൽ ഈ ഫോർമുലയ്ക്കകത്ത് നമുക്കിപ്പം കിട്ടാനുള്ള ടേംസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഫോർമുലയ്ക്കകത്ത് നോക്കുക. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടാനുള്ള ടേം എന്ന് പറയുന്നത് ഓക്കെ, ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും കണ്ടെത്തണം. ക്യാപിറ്റൽ ആറേയും സ്മോൾ ആറേയും നമുക്ക് കണ്ടെത്തണം. സോ ഈ 4 ടേംസുകൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. സോ നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. സ്മോൾ ആർ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ ഈസിക്കൽ ടു m × T/2 ആണ്. നമ്മൾ ഓൾറെഡി പല പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്ത ഫോർമുലയാണ്. സോ സ്മോൾ ആർ ഈസിക്കൽ ടു m × T/2. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. m എന്ന് പറയുന്നത് നമ്മുടെ മൊഡ്യൂളാണ്. മൊഡ്യൂൾ എന്ന് പറയുന്നത് 6 mm ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ×
number of teeth on the pinion number of teeth small t 17 ആണ്. സോ t into 17 divided by 6 into 17 divided by 2 വരും. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 51 mm വരും. സോ അടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ആർ ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് വീൽ, ആ വലിയ ഗിയറിൻ്റെ പിച്ച് സർക്കിൾ റേഡിയസ് അത് എം ഇൻറ്റു ക്യാപിറ്റൽ ടി ബൈ 2 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 6 ഇൻറ്റു ക്യാപിറ്റൽ ടിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ടിയുടെ വാല്യൂ 49 ആണ്. സോ 6 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 2. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 147 വരും. 147 mm എന്നുള്ള റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആറും കിട്ടി. ഇനി നമുക്ക് ക്യാപിറ്റൽ ആറേയും സ്മോൾ ആറേയും നമുക്ക് വേണം. സോ അതൊന്ന് കണ്ടുപിടിക്കാം. സ്മോൾ ആർ എ എന്ന് പറയുന്നത് നമ്മുടെ പിനിയൻ്റെ പിച്ച് സർക്കിൾ റേഡിയസ് പ്ലസ് അഡണ്ട ആണ്. പിനിയൻ്റെ പിച്ച് സർക്കിൾ റേഡിയസ് എന്ന് വെച്ചാൽ ആർ പ്ലസ് അഡണ്ട ദാറ്റ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, 51 കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 51 പ്ലസ് അഡണ്ടയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. അഡണ്ട നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6 mm ആണ്. ഓക്കെ, സോ 51 പ്ലസ് 6 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 57 mm വരും. അടുത്തത് ക്യാപിറ്റൽ ആർ എ എന്ന് വെച്ചാൽ ആർ പ്ലസ് അഡണ്ടയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നമ്മുടെ ആർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടിയതാണ് 147 കിട്ടിയിട്ടുണ്ട്. സോ 147 പ്ലസ് 6 വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 153 mm വരും. സോ നമുക്ക് ക്യാപിറ്റൽ ആറേയും സ്മോൾ ആറേയും കിട്ടി. ഇനി നമുക്ക് ഈ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് കണ്ടെത്താം. ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കണ്ടെത്താനുള്ള എല്ലാ ടേംസുകളും നമുക്ക് കിട്ടി. ആദ്യം കെ പി കണ്ടുപിടിക്കുക, പിന്നെ പി എൽ കണ്ടുപിടിക്കുന്നു, പിന്നെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. കെ പി പി എൽ എന്നുള്ള ഈ ടേംസിൻ്റെ എക്സ്പ്രഷൻസിനകത്ത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. സോ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ നമ്മൾ കെ പിയും പി എല്ലും കാൽക്കുലേറ്റ് ചെയ്തു. കെ പി എന്നുള്ള വാല്യൂ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. RA² മൈനസ് R² cos² 5 മൈനസ് R sin 5. സോ RAയുടെ വാല്യൂ 153 ആണ്. ആറിൻ്റെ വാല്യൂ 147 ആണ്. സോ ഈ ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 15.5 ആണ് വരുന്നത്. അതുപോലെ തന്നെ പി എൽ എന്നുള്ള ടേം, പി എൽ ഇസ്ക്വൽ ടു റൂട്ട് ഓഫ് സ്മോൾ RA ദ ഹോൾ സ്ക്വയർ മൈനസ് R² cos² 5 മൈനസ് R sin 5. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടുന്നത് 13.41 mm ആണ്. സോ ഇത് നമുക്ക് കെ പിയും കിട്ടി, പി എല്ലും കിട്ടി. ഇനി നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കിട്ടാൻ വേണ്ടി ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കെ എൽ ഇസ്ക്വൽ ടു കെ പി പ്ലസ് പി എൽ, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കിട്ടാം. സോ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കെ പി പ്ലസ് പി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കെ പി 15.5 പ്ലസ് 13.41 ദാറ്റ് ഇസ് ഈക്വൽ ടു 28.91. ഇപ്പോൾ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് കിട്ടി. ഇനി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാം. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ കോസ് 5, അതാണ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ്. സോ അതും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് 28.91 ആണ് ഡിവൈഡഡ് ബൈ കോസ് 5 കോസ് 20 കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 30.8 mm കിട്ടുന്നു. സോ ഇതാണ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ്. നമുക്കിനി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് കിട്ടി. ഇനി കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കെന്ത് വേണം? കോണ്ടാക്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ സർക്കുലർ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. സർക്കുലർ പിച്ചിൻ്റെ ഫോർമുല πm. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സർക്കുലർ പിച്ച് is equal to πm equal to pi into 6. So that is equal to 18.852 mm കിട്ടുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്തിന് കോണ്ടാക്റ്റ് കണ്ടുപിടിക്കാം, അല്ലേ? അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും കാര്യം ചെയ്തത്. സോ നോക്കിക്കേ, നമ്മുടെ ഫോർമുല നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റ് ഇസ്ക്കൽ ടു, അല്ലെങ്കിൽ അതിനെ കോണ്ടാക്ട് റേഷ്യോ എന്നും പറയും. കോണ്ടാക്ട് റേഷ്യോ ഇസ്ക്കൽ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡ് ബൈ സർക്കുലർ പിച്ച്. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റ് is equal to
ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. നമ്മുടെ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് 30.8 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30.8 ഡിവൈഡ് ബൈ സർക്കുലർ പിച്ച് എന്ന് വെച്ചാൽ 18.852 ആണ്. 18.852. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 വരും. അത് നമുക്കതിനെ അപ്രോക്സിമേറ്റ് നമുക്കതിനെ 2 ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, കോണ്ടാക്ട് റേഷ്യോ ആയതുകൊണ്ട് നമുക്കതിനെ റൗണ്ട് ചെയ്ത് 2 എന്നുള്ള വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ഇങ്ങനെയാണ് നമ്പർ ഓഫ് പെയർസ് ഓഫ് ടീത്ത് ഇൻ കോണ്ടാക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ ആംഗിൾ ടേൺ ത്രൂ ബൈ ദ പിനിയൻ ആൻഡ് ദ ഗിയർ വീൽ വെൻ വൺ പെയർ ഓഫ് ടീത്ത് ഈസ് ഇൻ കോണ്ടാക്റ്റ്. സോ ഇതാണ് അടുത്ത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കതൊന്ന് എഴുതാം. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ ടേൺ ത്രൂ ബൈ ദ പിനിയൻ ആൻഡ് ദ ഗിയർ വീൽ വെൻ വൺ പെയർ ഓഫ് ടീത്ത് ഈസ് ഇൻ കോണ്ടാക്റ്റ്. സോ പിനിയനും ഗിയർ വീലും ടേൺ ചെയ്യുന്ന ആംഗിൾ, രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ടേൺ ചെയ്യുന്ന ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ പിനിയൻ്റെ കേസിലുള്ള ഫോർമുലയാണ് ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഇൻറ്റു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ പിനിയൻ. സോ ഇതാണ് ആംഗിൾ ടേൺ ത്രൂ ബൈ ദ പിനിയൻ. പിനിയൻ ടേൺ ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ ഫസ്റ്റ് ഫോർമുല, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഇൻറ്റു 360 ഡിവൈഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ പിനിയൻ. അടുത്തതായിട്ട് ഗിയർ വീൽ ടേൺ ചെയ്ത ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് ഇൻറ്റു 360 ഡിവൈഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ ഗിയർ. സോ ഈ ഒരു ഫോർമുല വെച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഇക്വേഷൻ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ വാല്യൂ നോക്കാം. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് 30.8 ആണ് കിട്ടിയിരിക്കുന്നത്. സോ 30.8 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ദ പിനിയൻ. പിനിയൻ്റെ സർക്കംഫറൻസ് നമ്മൾ 2πr ആണ് നമ്മുടെ സർക്കംഫറൻസ് വരുന്നത്. സോ 2π ഇൻറ്റു പിനിയൻ്റെ റേഡിയസ്. പിനിയൻ്റെ റേഡിയസ് എത്രയാണെന്ന് നോക്കാം. പിനിയൻ്റെ റേഡിയസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 51 ആണ്. സോ 2π ഇൻറ്റു 51 കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ 2π ഇൻറ്റു 51. സോ അതിൻ്റെ വാല്യൂ എത്ര വരുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 34.6 ഡിഗ്രിയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഗിയറിൻ്റെ ആംഗിൾ ടേൺ ചെയ്യുന്നത് എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് 30.8 തന്നെയാണ് കിട്ടുന്നത്. സോ 30.8 ഇൻറ്റു 360 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഗിയറിൻ്റെ റേഡിയസ് നമുക്ക് 147 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, 147 ആണ് നമുക്ക് കിട്ടിയത്. സോ 147 എന്ന് വെച്ചാൽ പിച്ച് സർക്കിളിൻ്റെ റേഡിയസ്, ഗിയറിൻ്റെ പിച്ച് സർക്കിളിൻ്റെ റേഡിയസ് 147 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 12 ഡിഗ്രീസ് ആണ്. സോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ വാല്യൂസ് നമുക്ക് കിട്ടുന്നത്. സോ അടുത്തതായിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അത് 3 കേസിൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് ജസ്റ്റ് മേക്കിംഗ് കോണ്ടാക്റ്റ്. അതാണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ വെൻ ദ ടിപ്പ് ഓൺ ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് ജസ്റ്റ് ലിവിങ് ദ കോണ്ടാക്ട് വിത്ത് ദ മേറ്റിംഗ് ടൂത്ത് ആൻഡ് വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് അറ്റ് ദ പിച്ച് പോയിൻറ്റ്. സോ ഈ 3 കേസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഒന്ന് ആ പോർഷനിലൊന്ന് എടുക്കാം. സോ ദിസ് ഇസ് ദ റേഷ്യോ ഓഫ്, അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ആ ഹെഡിങ് കൊടുക്കുന്നു, റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷൻ. അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ രണ്ട് ഗിയേഴ്സിന് 2 ആംഗുലർ വെലോസിറ്റീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ലെറ്റ് ω1 be the angular velocity of pinion, and let ω2 be the angular velocity of wheel. വീലിൻ്റെ ആംഗുലർ വെലോസിറ്റി ω2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ഗിയേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗിയേഴ്സിൻ്റെ കേസിൽ നമുക്കിങ്ങനെ ഒരു ഫോർമുല ബാധകമാണ്. കാര്യം 2 ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ω1 ബൈ ω2, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഗിയറിൻ്റെ ആംഗുലർ വെലോസിറ്റി ഡിവൈഡ് ബൈ സെക്കൻഡ് ഗിയറിൻ്റെ ആംഗുലർ വെലോസിറ്റി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു d2 ബൈ d1 എന്ന് വെച്ചാൽ സെക്കൻഡ് ഗിയറിൻ്റെ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഗിയറിൻ്റെ ഡയമീറ്റർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ സെക്കൻഡ് ഗിയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഫസ്റ്റ് ഗിയർ. സോ ഈ ഒരു റേഷ്യോ
നമ്മുടെ ഗിയേഴ്സിന് ബാധകമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് വിൽ ബി സോ ω1/ω2. സോ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ എഴുതാം ω1/ω2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു T2/T1. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ പിനിയൻ്റെയും ഗിയറിൻ്റെ കേസിൽ നമുക്കൊന്ന് എഴുതാം. സോ ω1/ω2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു സോ ഇവിടെ T2 ആണ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു T2/T1 ആണ്. സോ നമ്മുടെ ω2 എന്ന് പറയുന്ന വീലാണ്. സോ വീലിൻ്റെ നമ്പർ ഓഫ് ടീത്ത് നമ്മൾ ക്യാപിറ്റൽ T വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ T ഡിവൈഡ് ബൈ T1. T1 എന്ന് വെച്ചാൽ 1 കൺസിഡർ ചെയ്യുന്ന പിനിയനാണ്. അപ്പോൾ പിനിയൻ്റെ നമ്പർ ഓഫ് ടീത്ത് സ്മോൾ t ആണ്. സോ ω1/ω2 ഈക്വൽ ടു ക്യാപിറ്റൽ T ബൈ സ്മോൾ t എന്ന് നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ω2 ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. Therefore ω2 will be equal to ω1 into ω2 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ω2 ഈക്വൽ ω1 ഇൻറ്റു സ്മോൾ t ബൈ ക്യാപിറ്റൽ T എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, സോ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ω1 ഇൻറ്റു സ്മോൾ ടിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 17 ആണ് തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ T 49 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ω1 ഇൻറ്റു 17/49 വരുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റേഷ്യോ ഇങ്ങനെ കിട്ടുന്നത് 0.3471 ω1 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്തുവാ കിട്ടിയത്? ω2 ഈക്വൽ ടു 0.3471 ഇൻറ്റു ω1 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയാം, നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് റേഷ്യോ ഓഫ് സ്ലൈഡിങ് ടു റോളിംഗ് മോഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കപ്പം സ്ലൈഡിങ് മോഷൻ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം റോളിംഗ് മോഷൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. റോളിംഗ് മോഷൻ നമുക്കറിയാം, റോളിംഗ് വെലോസിറ്റി ഗിയേഴ്സ് തമ്മിൽ റോൾ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ V ഈക്വൽ ടു Rω എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റോളിംഗ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഗിയറിൻ്റെ റോളിംഗ് വെലോസിറ്റീസ് സെയിം ആയിരിക്കും. സോ VR ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പിനിയൻ എടുക്കുകയാണെങ്കിൽ ω1 ഇൻറ്റു R വരും അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ω2 ഇൻറ്റു R എന്ന് വെച്ചാൽ ഇത് പിനിയൻ്റെ ω1 ഇൻറ്റു പിനിയൻ്റെ റേഡിയസ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ω2 എന്ന് വെച്ചാൽ ഗിയർ, നമ്മുടെ വലിയ ഗിയറിൻ്റെ ω2 ഇൻറ്റു അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ ഒരു ഗിയർ മറ്റൊരു ഗിയറുമായിട്ട് മെഷ് ചെയ്ത് റോൾ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെ റോളിംഗ് വെലോസിറ്റീസ് സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. പക്ഷേ എനിക്ക് ഒരു എക്സ്പ്രഷൻ വേണം. ആ എക്സ്പ്രഷൻ എനിക്ക് ω1ൻ്റെ ടേംസിൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ യൂസ് ചെയ്യുക. കണ്ടോ, ഈ ഒരു ഫസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ യൂസ് ചെയ്യുക. രണ്ട് സെയിം ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ω1ൻ്റെ ടേംസിൽ ഒരു ഇക്വേഷൻ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ω1ൻ്റെ ടേംസിൽ ഞാൻ ആ ഇക്വേഷൻ എഴുതുകയാണ്. അപ്പോൾ എഴുതുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കിട്ടുന്നു ω1 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 51 ആണ്. സോ 51 ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 51 ω1 എന്ന് എനിക്ക് കിട്ടുന്നു. സോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്തുവാ? VR ഈക്വൽ ടു 51 ω1 എന്നൊരു എക്സ്പ്രഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. 51 ω1 mm/s ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം വെലോസിറ്റിയാണ്, റോളിംഗ് വെലോസിറ്റിയാണ്. അപ്പോൾ അതിനെ ഈ ഒരു രീതിയിൽ എനിക്ക് എഴുതി. എനിക്ക് ω1ൻ്റെ ടേംസിൽ ഇത് മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തത്, ω1ൻ്റെ വാല്യൂ ഇൻറ്റു 51. സോ ഈ രീതിയിൽ 51 ω1 എന്ന് എനിക്ക് റോളിംഗ് വെലോസിറ്റി എനിക്ക് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് പറയുന്നത് എന്തുവാ? ഫസ്റ്റ് കേസിൽ പറയുന്നത് റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷൻ വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് ജസ്റ്റ് മേക്കിംഗ് കോണ്ടാക്റ്റ്. ഈ ഗിയേഴ്സിൻ്റെ ടീത്തുകൾ തമ്മിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള വെലോസിറ്റിയുടെ റേഷ്യോ ആണ് എന്നോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ ഈ രണ്ട് ഗിയർ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള ആ വെലോസിറ്റീസിൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് എനിക്ക് കണ്ടെത്താനുള്ളത്. സോ ഓൾറെഡി റോളിംഗ് വെലോസിറ്റി എനിക്ക് 51 ω1 എന്ന് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ എനിക്കിനി കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സ്ലൈഡിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ നമുക്കൊന്ന് എഴുതാം. സോ നമുക്ക് ആ അതാണ് എഴുതിയത്. ഫസ്റ്റ് കേസ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് ജസ്റ്റ് മേക്കിംഗ് കോണ്ടാക്ട് വിത്ത് ഇറ്റ്സ് മേറ്റിംഗ് ടീത്ത്. എന്ന് വെച്ചാൽ രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ ജസ്റ്റ് മെയ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആ സമയത്തിലുള്ള സ്ലൈഡിംഗ് വെലോസിറ്റിയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്.
അപ്പം നമുക്കറിയാം രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ മെയ്റ്റ് ചെയ്ത് കോണ്ടാക്റ്റ് തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ അതിൻ്റെ ഫിഗർ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ മെഷ് ചെയ്ത് കണ്ടോ മെയ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയം എന്ന് പറയുന്ന പോർഷൻ നോക്കിക്കേ. ഈ കെ എന്നുള്ള നമ്മുടെ ഈ രണ്ട് ഗിയർ ടീത്ത്, ഇത് പിനിയനും ഇത് വീലും ആണെങ്കിൽ രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ മെയ്റ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള കോണ്ടാക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ കെ ആണ്. കണ്ടോ, ഈ കെ എന്നുള്ള പോർഷനിലാണ് രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിൽ എൻഗേജ്മെൻറ്റ് തുടങ്ങുന്നത്. എൻഗേജ് ചെയ്ത് തുടങ്ങുന്നത് ഈ കെ എന്നുള്ള പോർഷനിലാണ്. സോ അവിടെയുള്ള സ്ലൈഡിങ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ω1 + ω2 ഇൻറ്റു ഈ കെ പി എന്നുള്ള ഈ ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ω1 + ω2 ഇൻറ്റു കെ പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ അതായിരിക്കും നമ്മുടെ ഗിയർ ടീത്തുകൾ എൻഗേജ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള സ്ലൈഡിങ് വെലോസിറ്റി. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ω1 + ω2 ഇൻറ്റു കെ പി. സോ ഈ കെയിലാണ് അത് എൻഗേജ് ചെയ്ത് തുടങ്ങുന്നത് അല്ലേ. സോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല, കെയിലാണ് എൻഗേജ്മെൻറ്റ് തുടങ്ങുന്നത്, പി ആണ് പിച്ച് പോയിൻ്റ്. സോ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ω1 + ω2 ഇൻറ്റു കോണ്ടാക്റ്റ് തുടങ്ങുന്ന പോയിൻ്റ് തൊട്ട് പിച്ച് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. കോണ്ടാക്റ്റ് തുടങ്ങുന്ന പോയിൻ്റ് കെ ആണ്, പിച്ച് പോയിൻ്റ് പി ആണ്. സോ ω1 + ω2 ഇൻറ്റു കെ പി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ആ ഫോർമുല യൂസ് ചെയ്ത് നമുക്കിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ω1 + ω2 ഇൻറ്റു കെ പി ആണ് നമ്മുടെ ഫോർമുല. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ω1ൻ്റെ വാല്യൂ നമുക്ക് ω1 ആയിട്ട് തന്നെ എഴുതാം, കാര്യം നമുക്കറിയത്തില്ല. ω1 + ω2 നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ω2 0.3471 ω1 എന്ന് നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. സോ ω1 + 0.347 ω1 ഇൻറ്റു കെ പി. ഈ കെ പിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. എത്ര വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. കെ പിയുടെ വാല്യൂ 15.5 ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം. ഇൻറ്റു കെ പി 15.5 വരും. 15.5 വരും. സോ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ 20.88 ω1 mm/s ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് ഗിയേഴ്സ് എൻഗേജ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഉള്ള സ്ലൈഡിങ് വെലോസിറ്റി. നമുക്കിനി അടുത്ത് കണ്ടുപിടിക്കാനുള്ള എന്താ, റേഷ്യോ ഓഫ് സ്ലൈഡിങ് ടു റോളിംഗ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റേഷ്യോ ഓഫ് സ്ലൈഡിങ് ടു റോളിംഗ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ VS/VR ആണ് കണ്ടെത്തേണ്ടത്. സോ VS/VR = സ്ലൈഡിങ് വെലോസിറ്റി നമുക്ക് കിട്ടി 20.88 ω1 എന്ന് നമുക്ക് കിട്ടി. റോളിംഗ് വെലോസിറ്റിയുടെ വാല്യൂ, ഈ റോളിംഗ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് ω1ൻ്റെ ടേംസിൽ കിട്ടിയിട്ടുണ്ട്. 51 ω1 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എഴുതുന്നു. സോ 51 ω1 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് ω1 ക്യാൻസൽ ആയി പോകും. സോ വി വിൽ ഗെറ്റ് ദ റേഷ്യോ 0.41. സോ ഇതാണ് ഗിയേഴ്സ് എൻഗേജ് ചെയ്ത് തുടങ്ങുന്ന സമയത്തുള്ള സ്ലൈഡിംഗ് വെലോസിറ്റിയുടെ റേഷ്യോ, സ്ലൈഡിംഗ് ടു റോളിംഗ് വെലോസിറ്റിയുടെ റേഷ്യോ. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് എന്തുവാണ്? അടുത്ത സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ ഈ രണ്ട് ഗിയേഴ്സ് തമ്മിലുള്ള കോണ്ടാക്ട് ഈസ് ജസ്റ്റ് ലിവിങ് ദ കോണ്ടാക്ട് വിത്ത് ദ മീറ്റിംഗ് ടീത്ത്. എന്ന് വെച്ചാൽ ദ റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷൻ വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ. ഈ ലാർജർ വീൽ ഈസ് ജസ്റ്റ് ലിവിങ് കോണ്ടാക്ട് വിത്ത് ദ മീറ്റിംഗ് ടൂത്ത്. രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള മീറ്റിംഗ്, ആ കോണ്ടാക്റ്റ് ജസ്റ്റ് വിട്ടുപോകുന്ന ആ ഒരു സമയത്തിലുള്ള സ്ലൈഡിംഗ് വെലോസിറ്റി സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷൻ്റെ റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് മോഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്കതൊന്ന് എഴുതാം. സോ എഴുതി, അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് ജസ്റ്റ് ലിവിങ് കോണ്ടാക്ട് വിത്ത് ദ മീറ്റിംഗ് ടീത്ത്. രണ്ട് ടീത്തുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് വിട്ടു പോകുന്ന സമയം എന്ന് വെച്ചാൽ നമ്മുടെ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഫിഗർ ഒന്ന് എടുക്കാം.
ഫിഗർ നോക്കുവാണെങ്കിൽ നോക്കിക്കേ, രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് തുടങ്ങുന്ന പോയിൻ്റ് കെയിലാണ്. രണ്ട് ഗിയർ ടീത്ത് തമ്മിലുള്ള കോണ്ടാക്റ്റ് വിട്ടു പോകുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ എല്ലാണ്. ഈ എല്ലെന്നുള്ള പോയിൻ്റിൽ നിന്നാണ് ഈ രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് വിട്ടു പോകുന്നത്. സോ കോണ്ടാക്റ്റ് കെയിൽ തുടങ്ങി എല്ല് വരെയുള്ള പോർഷനിൽ കോണ്ടാക്റ്റ് ഉണ്ട്. എല്ല് കഴിയുമ്പോൾ പിന്നെ കോണ്ടാക്റ്റ് ഇല്ല. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ലാസ്റ്റത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ എല്ലെന്നുള്ള പോയിൻറ്റിൻ്റെ സ്ലൈഡിങ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ അതിൻ്റെ റോളിംഗ് വെലോസിറ്റിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്മളപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കേസിൽ എങ്ങനെയാണ് ചെയ്തത്, കോണ്ടാക്റ്റ് തുടങ്ങുന്ന പോയിൻറ്റിലുള്ള സ്ലൈഡിങ് വെലോസിറ്റി കണ്ടെത്താൻ വേണ്ടി നമ്മൾ ω1 + ω2 × KP ആണ് ചെയ്തത്. KP എന്ന് വെച്ചാൽ കെയിൽ കോണ്ടാക്റ്റ് തുടങ്ങി, P എന്ന് പറയുന്നത് പിച്ച് പോയിൻ്റാണ്. സോ ഈ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, കോണ്ടാക്റ്റ് രണ്ട് ഗിയർ ടീത്തുകൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് തീരുന്ന സമയത്തിലുള്ള സ്ലൈഡിങ് വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത ഒരു സെഗ്മെൻറ്റ് എടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇങ്ങനെ വരും, ω1 + ω2 × KPക്ക് പകരം PL എന്നുള്ള ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എടുത്താൽ മതി. എന്ന് വെച്ചാൽ P എന്നുള്ള പിച്ച് പോയിൻ്റാണ്. പിച്ച് പോയിൻ്റ് തൊട്ട് ആ കോണ്ടാക്റ്റ് തീരുന്ന പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്. സോ ω1 + ω2 × PL ചെയ്താൽ ആ രണ്ട് ടീത്തുകൾ തമ്മിൽ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്തിലുള്ള സ്ലൈഡിങ് വെലോസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, സോ അതാണ് നമ്മൾ അടുത്തായിട്ട് കണ്ടെത്തുന്നത്. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ω1 + ω2 × PL. സോ ω1 എന്ന് പറയുന്നത് ω1 നമ്മൾ അതുപോലെ എഴുതുന്നു, ω1 + ω2 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3.47 ω1 എന്ന് നമ്മൾ എഴുതുന്നു ഇൻറ്റു PL. PLൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. PLൻ്റെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. PLൻ്റെ വാല്യൂ 13.41 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ആ 13.41 തന്നെ നമുക്ക് എഴുതാം. സോ ഇൻറ്റു 13.41. So we will be getting 18.1 ω1 mm/s എന്ന് നമുക്ക് കിട്ടുന്നു. ഇനിയിപ്പം നമുക്കിപ്പോൾ വെലോസിറ്റി ഓഫ് സ്ലൈഡിംഗ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് എന്തുവാ, റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റി. റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റി എന്ന് വെച്ചാൽ VS/VR. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്ന് പറയുന്നത് 18.1 ω1 ഡിവൈഡഡ് ബൈ നമ്മുടെ റോളിംഗ് വെലോസിറ്റി ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് റോളിംഗ് വെലോസിറ്റീസ്? നമുക്ക് ഓൾറെഡി 51 ω1 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മൾ എഴുതുന്നു, 51 ω1 എന്ന് നമുക്ക് കിട്ടുന്നു. സോ അതിൻ്റെ റേഷ്യോ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 0.355 എന്നുള്ള റേഷ്യോ കിട്ടുന്നു. സോ ഇതാണ് സെക്കൻഡ് കേസിലുള്ള റേഷ്യോ. ഇനി ലാസ്റ്റ് കേസ് നോക്കിക്കേ. ലാസ്റ്റ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് റേഷ്യോ ഓഫ് സ്ലൈഡിംഗ് ടു റോളിംഗ് വെലോസിറ്റി വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂൾ ഓൺ ദ ലാർജർ വീൽ ഈസ് അറ്റ് ദ പിച്ച് പോയിൻ്റ്. നമ്മുടെ ലാർജർ വീലിൻ്റെ ടീത്തിൻ്റെ ടിപ്പ് പിച്ച് പോയിൻറ്റിൽ നിൽക്കുന്ന സമയത്തിലുള്ള വെലോസിറ്റി, ആ വെലോസിറ്റി റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. സോ തേർഡ് കേസ്, വെൻ ദ ടിപ്പ് ഓഫ് ദ ടൂത്ത് ഓൺ ദ ലാർജർ വീൽ ഈസ് അറ്റ് ദ പിച്ച് പോയിൻറ്റ്. സോ നമ്മുടെ ലാർജർ ടീത്ത് പിച്ച് പോയിൻ്റ് നിൽക്കുന്ന സമയത്തിലുള്ള അവിടുത്തെ സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആ കേസ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫിഗറിൽ നമുക്ക് നോക്കാം. സോ ഇവിടെ പറയുന്നത് നമ്മുടെ ആ ഗിയറിൻ്റെ ലാർജർ ഗിയറിൻ്റെ ടീത്ത് ഈ പിച്ച് പോയിൻ്റ് നിൽക്കുക, ആ സമയത്തിലുള്ള സ്ലൈഡിംഗ് വെലോസിറ്റി ടു റോളിംഗ് വെലോസിറ്റി റേഷ്യോ കണ്ടെത്താനാണ് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഗിയർ ടീത്തുകളെ എൻഗേജ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് വെലോസിറ്റിക്ക് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത ഇക്വേഷൻ ω1 + ω2 × KP എന്ന് വെച്ചാൽ കെയിലായിരുന്നു എൻഗേജ്മെൻറ്റ് തുടങ്ങിയത്. കെ തൊട്ട് പിച്ച് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ KP നമുക്ക് കിട്ടിയത്.
ഈ ടീത്തുകൾ ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്തുള്ള സ്ലൈഡിംഗ് വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത് ω1 + ω2 × PL എന്ന് വെച്ചാൽ പിച്ച് പോയിൻ്റ് തൊട്ട് അത് ഡിസെൻഗേജ് ചെയ്യുന്ന ആ പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ലെങ്ത്തിൻ്റെ അളവ് അല്ലേ, അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡിസെൻഗേജ്മെൻറ്റ് ഗിയേഴ്സ് ഡിസെൻഗേജ് ചെയ്ത സമയത്തുള്ള സ്ലൈഡിംഗ് വെലോസിറ്റി നമുക്ക് കിട്ടിയത്. ഇനി നമ്മുടെ ഈ തേർഡ് കേസിൽ പറയുന്നത് ഈ ടീത്ത് ലാർജർ ഗിയറിൻ്റെ ടീത്ത് P എന്നുള്ള പോയിൻ്റ് നിൽക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോയാൽ നമുക്ക് എങ്ങനെ കിട്ടും? അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പോയാൽ നമുക്കിങ്ങനെ കിട്ടും, ω1 + ω2 ഇൻറ്റു അല്ലേ, നമ്മുടെ പോയിൻ്റ് നമ്മുടെ ഗിയറിൻ്റെ ടീത്ത് Pയിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് കേസിൽ K തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, സെക്കൻഡ് കേസ് P തൊട്ട് L വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു അല്ലേ. ഫസ്റ്റ് കേസിൽ നമ്മുടെ ഗിയർ ടീത്ത് ഈ Kയിലായിരുന്നു നിന്നിരുന്നത്, സോ K തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. സെക്കൻഡ് കേസിൽ നമ്മുടെ ഗിയറിൻ്റെ ടീത്ത് Pയിലാണ് നിന്നത് Lയിലാണ് നിന്നത്, അതുകൊണ്ട് P തൊട്ട് L വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. നമ്മുടെ ഈ കേസിൽ ഗിയറിൻ്റെ ടീത്ത് പിച്ച് പോയിൻ്റ് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം P തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ എടുക്കേണ്ടത്, ഇനി പിച്ച് പോയിൻ്റ് തന്നെയാണ് നിൽക്കുന്നത്. സോ ഓൾറെഡി Pയിലാണ് നിൽക്കുന്നത്. സോ പിച്ച് പോയിൻ്റ് തൊട്ട് പിന്നെ എന്തുവാ P തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ PP ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് PP എന്നുള്ള പോയിൻ്റ് അല്ലേ, ഈ P തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 0യാണ്. പിച്ച് പോയിൻ്റ് തന്നെയാണ് നമ്മുടെ ഈ ഗിയർ ടീത്ത് നിൽക്കുന്നത്. സോ നമ്മുടെ ഗിയർ നിൽക്കുന്ന ആ പൊസിഷൻ തൊട്ട് പിച്ച് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് 0 തന്നെയാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ലൈഡിംഗ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടത്തുള്ളൂ. കാര്യം ഈ ലാർജർ ഗിയർ ഓൾറെഡി പിച്ച് പോയിൻ്റ് തന്നെ നിൽക്കുക. സോ ആ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോയാൽ ഇപ്പം നമുക്ക് KP നോക്കിയപ്പം ഇപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിയപ്പോൾ KP എന്നുള്ള ഈ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ആയിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ സ്ലൈഡിംഗ് വെലോസിറ്റിക്ക് ഒരു വാല്യൂ കിട്ടി. ഈ PL എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും വാലിഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് കേസിലും ഗിയേഴ്സ് ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്തും അവിടുത്തെ സ്ലൈഡിംഗ് വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ നമുക്കുണ്ടായിരുന്നു. പക്ഷേ തേർഡ് കേസിൽ നമ്മുടെ ലാർജർ ഗിയർ ഈ പിച്ച് പോയിൻ്റ് തന്നെയാണ് നിൽക്കുന്നത്. സോ നമ്മുടെ ഗിയർ നിൽക്കുന്ന പോയിൻ്റ് മൈനസ് പിച്ച് പോയിൻ്റ് ഡിസ്റ്റൻസ് നോക്കിയാൽ അത് നമുക്ക് 0 വരുന്നത്. കാര്യം പിച്ച് പോയിൻ്റ് തന്നെയാണ് നമ്മുടെ ഗിയർ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 0യാണ്. P തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് സെൻസ് ഇല്ലാത്തൊരു ഡിസ്റ്റൻസാണ്. എന്ന് വെച്ചാൽ P തന്നെ നിൽക്കുക, അവിടെ പ്രത്യേകിച്ച് അതൊന്നും മൂവ്മെൻ്റ് ഒന്നുമില്ല. സോ നമ്മൾ ω1 + ω2 × 0 വരും, അപ്പോൾ 0 തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ലൈഡിംഗ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും വരുന്നത്. സോ സ്ലൈഡിംഗ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, സിൻസ് അറ്റ് ദ പിച്ച് പോയിൻറ്റ് ദ സ്ലൈഡിംഗ് വെലോസിറ്റി ഈസ് 0. സോ sliding velocity is 0 at pitch point. Therefore ratio of sliding velocity to rolling velocity that will be equal to 0. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മുടെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. സോ ഇത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.